ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റന്റ് എഞ്ചിനീയർ LSTD എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ബാച്ചിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് LTQ ബാച്ച് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ LTQ ബാച്ച് എന്ന് പറയുന്നത് ലേൺ ത്രൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ബാച്ചാണ്. അപ്പോൾ സാധാരണ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോഴ്സിനകത്ത് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ ആ ഫുൾ മൊഡ്യൂളിൽ ആദ്യം കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നടത്തുന്ന ഒരു രീതിയാണ് സാധാരണ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൊഡ്യൂളിലെ പല ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫുള്ളി ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ കൺസെപ്റ്റുകൾ പറയുന്നതിനേക്കാൾ ഉപരി ഓരോ ക്വസ്റ്റ്യൻസുകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ആർക്കാണ് പ്രയോജനപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾ കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കുന്ന അത്യാവശ്യം കൺസെപ്റ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടാൻ സാധ്യതയുള്ളൊരു ബാച്ചാണ് ഈ ഒരു ലേൺ ത്രൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ബാച്ച്. അതുപോലെ തന്നെ അവസാന നിമിഷം ഒരു ക്രാഷ് എന്നൊക്കെ ഉള്ള രീതിയിൽ അധികം ടൈം കിട്ടിയിട്ടില്ല, ഇനി പഠിക്കാൻ അധികം സമയം കിട്ടിയിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ക്രാഷായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഒന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ബാച്ചും കൊണ്ട് വളരെ ഉപകാരപ്പെടും. അതായത് ഇതിനകത്ത് ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസിനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ആ 4 ഓപ്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് അതെന്തുകൊണ്ട് വരുന്നു, ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സാമുകളുണ്ടല്ലോ, ഈ ഗേറ്റ് പോലത്തെ അല്ലെങ്കിൽ ESC അങ്ങനെയുള്ള എക്സാമുകളിലും 1 മാർക്കുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ ഉള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നടത്തുക. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് എടുത്ത് അതിൻ്റെ 4 ഓപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞ് അതിൽ എന്തുകൊണ്ട് ആൻസറിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള രീതിയിൽ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മളൊരു മെൻറ്ററിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെൻറ്റർ നിങ്ങളോട് അഡ്വാൻസ് ആയിട്ട് പറയും ഏത് പാർട്ടിയിൽ നിന്നാണ്, ഇന്ന് ഏത് മൊഡ്യൂളാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിനെ നിങ്ങളൊന്ന് ആ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ ആ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ ദിവസം ക്ലാസ് ലൈവായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ലൈവിൽ നിങ്ങൾക്ക് ഓരോ 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ, ഏതെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ്, ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസെപ്റ്റിലൊക്കെ ഉള്ള ഡൗട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അത് അറ്റ് ദ മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഫാക്കൽറ്റിയുമായിട്ട് കൺവേ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ നടത്താൻ സാധിക്കും. മെൻറ്ററിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മെൻറ്റർ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ തരാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഇത് ഇപ്പോൾ ലൈവിൽ ഒരു ദിവസം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വെരി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു വീഡിയോ ക്ലാസ്സും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ആ സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരുന്നതുമായിരിക്കും. ഓക്കെ, പിന്നെ ഇത് കൂടാതെ എക്സാം അടുക്കുന്ന ഒരു പോയിന്റുകളിൽ നമ്മൾ കുറേയധികം മോഡൽ ടെസ്റ്റുകളും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ളൊരു ബാച്ചാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ടോപ്പിക്ക് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഒരു മൊഡ്യൂളിൽ എങ്ങനെയാണ് നമ്മൾ പോകുക എന്നുള്ളതെന്ന് ഞാൻ ക്ലാരിറ്റി തരാം. അതായത് ഇപ്പോൾ ഒരു മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചർ അനാലിസിസ് എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ നമുക്ക് കുറേയധികം ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതൊരു ടോപ്പിക്കാണ്. അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്, ഇതൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ എടുക്കുന്ന അതിനെ ബേസ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഫാക്കൽറ്റി ത്രൂ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സംഭവം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതോടെ നിങ്ങൾ മെൻറ്റർ അഡ്വാൻസ് ആയിട്ട് നിങ്ങളോട് പറയും ഇന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വരണം, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരിക എന്ന് നിങ്ങളോട് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കണ്ടൻറ്റുകൾ കിട്ടുക. ഓക്കെ, അപ്പം ഇതൊരു വളരെ ഉപകാരപ്രദമാവുന്ന, അതായത് ഇപ്പം എക്സാമിന്
എന്താണ് എയ്ക്ക് വേണ്ടി അത്യാവശ്യം നിങ്ങൾ കൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടാവുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊരു രീതിയിൽ ഒരു ക്രാഷ് പഠിച്ച് നോക്കണം, ഒന്ന് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യണം. പെട്ടെന്നൊരു രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഈ ഒരു രീതി. എക്സാം ഫുൾ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അവിടെ നമുക്ക് കുറച്ചും കൂടെ കൺസെപ്റ്റുകൾ കിട്ടുന്നുണ്ടാവും. കാരണം ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ അതിനകത്ത് 3-4 ഓപ്ഷൻസിനെയാണല്ലോ നമ്മളവിടെ ക്ലാരിറ്റി തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 4 ഓപ്ഷൻസിൽ 3 എന്തുകൊണ്ട് വന്നില്ല, ഒരെണ്ണം എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബാച്ച്. ഇതിൻ്റെ ഓൾറെഡി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 1699 ആണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറുകൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, എക്സാം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ജൂലൈ 8-നാണ്. അപ്പം ജൂലൈ 8-ലേക്ക് ഇനിയുള്ള ദിവസത്തിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഈ ഒരു ടൈം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും, ഈ ഒരു മെത്തേഡ് ത്രൂ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.